ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് ഏത് കാര്യം നേടണമെങ്കിലും അതിനു വേണ്ട ഒരു സംസ്കാരം നമ്മുടെ മനസ്സിൽ നാം ആർജിച്ചിരിക്കണം. നാം ഇന്നലെ ചെയ്തതെന്തോ അതിൻ്റെ പ്രതിഫലനമായിരിക്കും ഇന്ന് അനുഭവമാകുന്നത്. അതുപോലെ പൂർവജന്മ സമാർജിച്ച സുഹൃതം കൊണ്ട് മാത്രമേ ഈ ജന്മം മർത്യരാത്മാനു ഭൂതിയുണ്ടായി വരൂ ദൃഢം. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ അറിവ് നേടുകയല്ല. മെല്ലെ മെല്ലെ 10 വർഷം ഒരു കുട്ടി പഠിച്ചാൽ മാത്രമേ 10ാം ക്ലാസ്സിലെത്തുകയുള്ളൂ. 5ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 15 വയസ്സാകുമ്പോഴാണ് 10ാം ക്ലാസ് പാസ്സാവാൻ സാധിക്കുക. അതും അനാസ്ഥ കാട്ടിയാൽ വീണ്ടും വർഷം വർദ്ധിക്കുകയേയുള്ളൂ. അപ്പോൾ ആ മുൻ ചെയ്ത കർമ്മങ്ങളാണ് നമുക്ക് വിജയത്തിന് കാരണമായി ഭവിക്കുന്നത്. അതാണ് പൂർവജന്മം സമാർജിച്ച സുഹൃതം കൊണ്ട് മാത്രമേ ഈ ജന്മം മർത്യനാത്മാനു ഭൂതിയുണ്ടായി വരൂ ദൃഢം. പലരും പറയാറുണ്ട്, എന്താ പൂർവജന്മം ഉണ്ടോ ഇല്ലയോ, അത് വെറുതെ പറയുന്നതാണ് എന്ന്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ തന്നെ എത്രയോ വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയതാണ്. ചില കുട്ടികൾ ജന്മനാ വൈകല്യമുള്ളവർ, ചില കുട്ടികൾ ജന്മനാ മന്ദബുദ്ധിയുള്ളവർ, ചിലർ ഓട്ടിസം ബാധിച്ചവർ, ചിലർക്ക് കൈകാലുകളില്ലാതെ അംഗവൈകല്യം വന്ന ആളുകൾ. ഇതിനെല്ലാം എന്താണ് കാരണം എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ വ്യക്തമായി നമുക്ക് പറയും, ഇപ്പോൾ അവർ ചെയ്തതല്ല എന്ന്. ഗർഭാശയത്തിൽ വെച്ചൊരു കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വെച്ചാണ് ശരീരം രൂപാന്തരപ്പെടുന്നത്. ശരീരം രൂപാന്തരപ്പെടുമ്പോൾ തന്നെ കൈകാലുകളില്ലാത്തവ, മന്ദബുദ്ധിയായവ, നിത്യരോഗികളായവർ, നിത്യസുഖികളായവർ, ആരോഗ്യത്തോടുകൂടി വർത്തിക്കുന്നവർ, ഇങ്ങനെ വൈവിധ്യമാർന്ന വ്യക്തികളെ നമ്മൾ കാണുന്നില്ലേ? ഒരച്ഛൻ്റെയും അമ്മയുടെയും കുട്ടി തന്നെ നല്ല ആരോഗ്യമുള്ള 2 കുട്ടികൾ, 3ാമത്തെ ഒരു കുട്ടി തീരെ വൈകല്യമുള്ള കുട്ടി. സംസാരിക്കാൻ വയ്യ, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, കൈകാലുകൾ തളർന്ന് നെട്ടല് തളർന്ന് അവശനായ ഒരു കുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛൻ്റെയും അമ്മയുടെയും ബീജത്തിൽ നിന്നാണ് ഈ ആദ്യത്തെ 2 കുട്ടികൾ. അങ്ങനെ 3ാമത്തെ കുട്ടി എങ്ങനെ ഇപ്രകാരം വന്നു? 40 വയസ്സായിട്ടും ആ കുട്ടി ഇന്നും രോഗിയായി തന്നെ കിടക്കുന്നു. ഇവിടെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് ഒരു മുൻബലമുണ്ട് എന്ന്. അതുപോലെ ആത്മീയമായ കാര്യങ്ങൾ ചിലർക്ക് നല്ല താല്പര്യരായവരുണ്ട്. കാര്യങ്ങൾ ഒരിക്കൽ കേട്ടാൽ ഗ്രഹിക്കുന്നവരുണ്ട്, എത്ര കേട്ടാലും മനസ്സിലാവാത്തവരുണ്ട്. അതിനാൽ ഇതെന്താതൊക്കെ കേട്ടിട്ട് കാര്യം എന്ന് പറഞ്ഞ് കേൾക്കാൻ വരാത്തവർ എത്രയോ ഇല്ലേ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഓരോ വ്യക്തികളെയും വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്നു. അവിടെയാണ് നമുക്ക് പൂർവകർമ്മത്തിൻ്റെ പ്രസക്തി വരുന്നത്. പൂർവജന്മം സമാർജിച്ച ഇതിനു മുമ്പുണ്ടായിരുന്ന ആ അവസ്ഥയിൽ നമ്മൾ ആർജിച്ചു വെച്ച സുകൃതം കൊണ്ട് മാത്രമേ, അന്ന് ചെയ്ത നല്ല കർമ്മങ്ങളാണ് ഈ ജന്മം മർത്യനാത്മാനു ഭൂതിയുണ്ടായി വരും ദൃഢം. അന്ന് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 2 ചെറുപ്പക്കാർക്ക് ഒരു മത്സരം കൊടുത്തു. ഓരോ ചുറ്റികയും ഓരോ കല്ലും. ഇത് നാളെ രാവിലെ 10 മണിക്ക് 2 പേരും ഈ ചുറ്റികയും കല്ലുമായി വന്ന് ആരാണോ ഇത് ആദ്യം അടിച്ചുടയ്ക്കുന്നത് അവർക്ക് സമ്മാനം എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും വീട്ടിൽ ചെന്നു. 1ാമത്തെ ആള്
നാളെ രാവിലെ 10 മണിക്കല്ലേ ഇത് അടിക്കേണ്ടതുള്ളൂ. ഇപ്പോഴെന്തിനാ? അയാൾ അതവിടെ മൂലയിൽ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി, മറ്റു വ്യവഹാരങ്ങളൊക്കെ ചെയ്ത് ഉറങ്ങിയായി. എന്നാൽ രണ്ടാമനാവട്ടെ അതിൻ്റെ പിന്നിൽ അയാൾ എന്ത് ചെയ്തു? ആ ചുറ്റിക ഉപയോഗിച്ച് ആ കല്ലിനെ പല പ്രാവശ്യം ചുറ്റിക കൊണ്ട് അടിച്ചു. കുറേ പ്രാവശ്യം അടിച്ച ശേഷം അതങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രണ്ടുപേരും മത്സരസ്ഥലത്തെത്തി അവനവൻ്റെ കല്ലും അവനവൻ്റെ ചുറ്റികയുമായി വന്നു. കൃത്യം 10 മണിക്ക് ചുറ്റിക കൊണ്ട് കല്ലിൽ അടിക്കാൻ തുടങ്ങി. രണ്ടാമനാവട്ടെ ഒന്നാമൻ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമൻ ഒരു 4 അടി അടിച്ചപ്പോഴേക്കും അയാളെ കല്ല് പൊട്ടി. കല്ല് നടുവേ മുറിഞ്ഞു പോയി. അത്ഭുതപ്പെട്ടു, എന്താ അത് കാരണം? അപ്പോൾ പരീക്ഷകൻ അയാളോട് ചോദിച്ചു, നിങ്ങളെ 2 പേർക്കും ഒരേ കല്ലാണ് തന്നിരിക്കുന്നത്, ഒരേ കനത്തിലുള്ള ചുറ്റികയാണ് തന്നിരിക്കുന്നത്, ഈ നിങ്ങളുടെ കല്ല് എത്രയും പെട്ടെന്ന് പൊട്ടാൻ എന്താണ് കാരണം? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ഞാൻ പലതവണ ഈ കല്ല് രാത്രി ചുറ്റിക കൊണ്ട് അടിച്ചതായിരുന്നു. ചുറ്റിക കൊണ്ട് പല പ്രാവശ്യം അടിച്ചു. അതിനുശേഷമാണ് ഇവിടെ വന്ന ശേഷം ആ ചുറ്റിക കൊണ്ട് ഇടിച്ചപ്പോൾ 4 ഇടി ഇടിച്ചപ്പോഴേക്കും കല്ല് പോയി. രണ്ടാമൻ്റെ കല്ല് 2ആയി മുറിയാൻ കാരണം അയാൾ മുമ്പ് കുറേ ചെയ്തു വെച്ചത് കൊണ്ട് ഇപ്പോൾ അയാൾക്ക് എളുപ്പമായി. മറ്റേയാളുടെ കല്ല് പൊട്ടും, കുറേ അയാൾ അടിച്ചേ പറ്റും. ഒന്നാമനും രണ്ടാമനും 2 തരം പ്രവൃത്തി ചെയ്തു. ഒരാൾക്ക് മുൻ കർമ്മബലം ഉണ്ടായിരുന്നു, ഒന്നാമന് അതില്ല, അയാൾ അപ്പം തുടങ്ങുന്നേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നാം മുമ്പ് ചെയ്തു വെച്ച നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ചില വ്യക്തികൾ എത്ര കഠിനാധ്വാനം ചെയ്താൽ ദരിദ്രരായി തന്നെ കഴിയുന്നു. ചിലരാവട്ടെ ചെറിയ ഒരു അധ്വാനത്തിലൂടെ, ചെറിയൊരു കച്ചവടത്തിലൂടെ ധനികരായി തീരുന്നവരുമുണ്ട്. അയാൾക്ക് ചെറിയൊരു പ്രവൃത്തിയിൽ കൂടി ധനം ആർജിക്കണമെങ്കിൽ അതിനുള്ള സുഹൃതം അയാൾ ആദ്യം ചെയ്തിരിക്കണം, എങ്കിലേ അത് സാധിക്കൂ. മറ്റയാൾ ആ സുഹൃതം ചെയ്യാത്തത് കൊണ്ട് അയാൾ ഇപ്പോഴും എത്ര അധ്വാനിച്ചാലും ദരിദ്രവാനായി കഴിയുന്നു. അവിടെയാണ് ജന്മത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഓരോ മനുഷ്യനെ നോക്കിയാലും നമ്മളെല്ലാം വ്യത്യസ്ത മനോഭാവക്കാരാണ്. ഈ വ്യത്യസ്തതയ്ക്ക് കാരണം നാം ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലമാണ്. അതാണ് പൂർവജന്മം സമാർജിച്ച സുഹൃതം കൊണ്ടു മാത്രമേ ഈ ജന്മം മർത്യനാത്മാനുഭൂതിയുണ്ടായി വരും ദൃഢം. മുമ്പ് ആർജിച്ച് വെച്ചത് മാത്രമേ നമുക്കിപ്പോൾ കിട്ടുകയുള്ളൂ. അതിനാൽ നാം ഇപ്പോൾ കഴിഞ്ഞ ജന്മം ഇനി ചെയ്യാൻ നമുക്ക് പറ്റില്ല, കഴിഞ്ഞുപോയി. ഇപ്പോൾ സുഹൃതം നല്ല കൃത്യങ്ങൾ ചെയ്താൽ അടുത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച ഒരു കുട്ടിക്ക് ഉത്തരം എഴുതാൻ എളുപ്പമുണ്ട്. എന്നാൽ പഠിക്കാത്ത കുട്ടിയോ കണ്ണും വിളിച്ച് ചോദ്യപേപ്പറും കണ്ട് പരിഭ്രാന്തനായി ഇരിക്കാനല്ലേ പറ്റുകയുള്ളൂ. നാം ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഭാവിക്ക് നമുക്ക് ശോഭ നൽകുന്നത്. ഇന്നലെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് നാം സുഖദുഃഖ രൂപത്തിൽ അനുഭവിക്കുന്നത്. സുഹൃതം കൊണ്ട് സുഖവും ദുഷ്കൃതം കൊണ്ട് ദുഃഖവുമായിരിക്കും നമ്മുടെ അനുഭവം. അതിനാൽ ജീവിതം നന്നാവണമെങ്കിൽ പൂർവ്വം നന്നാവണം. പൂർവ്വം നന്നാവാൻ നമുക്ക് ഇനി നന്നാക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ല നിലയിൽ ജീവിച്ചാൽ തീർച്ചയായും ഭാവി നമുക്ക് ശോഭനമായിരിക്കും. പൂർവജന്മം സമാർജിച്ച സുഹൃതം കൊണ്ടു മാത്രമേ ഈ ജന്മം മർത്യനാത്മാനുഭൂതിയുണ്ടായി വരും ദൃഢം. ഹരേ